നമ്മളിപ്പോൾ ഡിസംബർ അവസാനമാണ് നിൽക്കുന്നത്. ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മൾ അവസാനിക്കുമ്പോൾ ഈ വർഷം ഇങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുമല്ലോ വ്യക്തിപരമായിട്ട്. യഥാർത്ഥത്തിൽ ഈ ജനുവരി പിറക്കുമ്പോൾ ഈ വർഷം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ശ്രീ പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ആയിത്തീരുമെന്ന് ഒന്നാം ഘട്ടത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലല്ലോ ഈ ഒരു വിഷയത്തെ കാണുന്നത്. നാടിനെ പൊതുവായിട്ട് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയവൽക്കരണം, അതിൻ്റെ ഒരു ഭാഗത്ത് പോലീസാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് വരാനിരിക്കുന്ന ഭാവിയിൽ അത് മറ്റൊരു ഉത്തർപ്രദേശോ ഗുജറാത്തോ ആയി മാറാനുള്ള ഒരു വഴിമരുന്നിടുന്ന ചില കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടതുപോലെ വ്യക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അവിടെ വച്ചിട്ടാണ് എന്താ പറയുക ഇതൊരു ടേണിംഗ് പോയിന്റ് ആവുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എൻ്റെ ചോദ്യം, ഇപ്പോൾ ആർക്ക് വേണ്ടിയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്, മുന്നണിയിൽ നിന്ന് പോരാട്ടം നയിച്ചുകൊണ്ടിരുന്നത്, അവർക്കെതിരെ തന്നെ തിരിച്ച് സംസാരിക്കേണ്ടി വരുന്നത് സ്വപ്നത്തിലേ വിചാരിച്ചതല്ല? സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ ഈ വർഷം അവസാനിക്കുമ്പോൾ? വേണ്ട, ഒരു റിഗ്രറ്റ്സും ഇല്ല. ഞാൻ വളരെ എന്താ പറയുക അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ്, ഇനിയും നല്ല പോരാട്ട വീര്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. നമ്മളൊരു കാര്യം കറക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ, ഈ നാടിൻ്റെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം വരാനിരിക്കുന്ന ഭാവി കൂടി കണ്ടിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനം തന്നെ വരാനിരിക്കുന്ന ഭാവിയിൽ ഈ നാട്ടിൽ ഇല്ലാതെ പോകുന്ന ഒരു പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് കേരളം എത്തും, ഈ പാർട്ടി എത്തും. ഇതാണ് നിലപാടെങ്കിൽ ഇത് തിരുത്തൽ അത്യാവശ്യമാണ്. ഇത്ര വലിയ പുഴുക്കുത്തുകൾ ഇതിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ അടിവേരറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി അതിനെ കറക്റ്റ് ചെയ്ത് ആ സംവിധാനത്തിനെ നിലനിർത്താനുള്ള എന്താ പറയുക നയപരമായ തീരുമാനമെടുക്കാൻ ആ സംവിധാനം ഇടതുപക്ഷം തയ്യാറാവണം എന്നതായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അത് നേരെ തിരിച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വേണ്ടായിരുന്നു എന്നൊരു തോന്നലേ ഇല്ല, സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടത്തെക്കുറിച്ചും പശ്ചാത്താപമില്ല. അല്ല, ഞാൻ ഈ പൊളിറ്റിക്സിൽ സജീവമായതിനു ശേഷം 2016 ശേഷമുള്ള എൻ്റെ എല്ലാ കണക്കുകളും നോക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ആ നഷ്ടം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടായിരുന്നു ഞാൻ വന്നത്. കാരണം സാധാരണ ജനങ്ങളെ സഹായിക്കുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള മതേതര ചിന്താഗതിയുള്ള ഒരു സംവിധാനത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം എൻ്റെ നഷ്ടങ്ങളൊന്നും ഒരിക്കലും എനിക്ക് എന്താ പറയുക എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് ഊർജ്ജമാണ് തന്നിരുന്നത്. പക്ഷെ ആ സംവിധാനത്തെ തന്നെ തകർക്കുന്ന മറ്റൊരു സംവിധാനം, ഇതിൻ്റെ ബാക്ക് എൻഡ് ഓപ്പറേഷനിൽ പുറത്തേക്ക് പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊന്നുമായിരുന്നു. ആ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഈ നാടിൻ്റെ പൊതുസമൂഹത്തിനെ മുഴുവൻ ഗ്രസിക്കുന്നതാണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കണ്ണുകൊണ്ട് കണ്ടതുപോലെ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടെടുത്ത് നിന്ന് എനിക്കതിൽ പിന്മാറാൻ കഴിയില്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഈ വിഷയങ്ങൾ ഉന്നയിച്ചത്, ഞാൻ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ സൗകര്യങ്ങളും എൻ്റെ MLA ഷിപ്പും എൻ്റെ എന്താ പറയുക ഭരണസ്വാധീനവും എനിക്ക് കിട്ടുന്ന മറ്റ് സംവിധാനങ്ങളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. എൻ്റെ കാല് പിടിക്കുകയായിരുന്നു IPS ഓഫീസർമാർ. ചില IPS ഓഫീസർമാർ കാല് പിടിച്ച് കരയുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കേട്ടതാണല്ലോ. എനിക്കെന്താ ചെറിയൊരു സ്റ്റെപ്പൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്താ വല്ല അസുഖമുണ്ടോ? നമ്മളതെല്ലാം തട്ടി മാറ്റി ഒരു പൊതുവായ വിഷയത്തിൽ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ നഷ്ടങ്ങളൊന്നും എനിക്ക് എൻ്റെ നഷ്ടബോധമായിട്ട് ഈ നിമിഷവും എന്നെ ബാധിച്ചിട്ടില്ല. ഓരോ ഘട്ടത്തിലും എനിക്ക് എന്താ പറയുക ഇതിൽ വരുന്ന തട്ടുകേടുകൾ അതുപോലും എനിക്ക് ഊർജ്ജമാണ് പകർന്നിട്ടുള്ളത്. 2016 മുതലേ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഉന്നയിച്ച വിഷയങ്ങളിൽ തൃപ്തിയുണ്ടോ? അതായത് നമുക്ക് ചില വിഷയങ്ങൾ ഉന്നയിക്കും, എല്ലാറ്റിലും പരിഹാരം അപ്പം തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല, എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ വർഷം പിന്നിടുമ്പോൾ ഒരു 3-4 മാസക്കാലം വളരെ എന്താ പറയുക സംഘർഷഭരിതമായിട്ടുള്ള ദിവസങ്ങളിലൂടെ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തനാണോ? തീർച്ചയായിട്ടും ഞാൻ തൃപ്തനാണ്. കാരണം ഇത്ര വലിയ ഒരു നെക്സസ്, ഇത്ര വലിയ എന്താ പറയുക ആൻറ്റി സോഷ്യൽ മൂവ്മെൻറ്റ് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്ന് കേരളത്തിലെ പൊതുജനത്തിൻ്റെ മനസ്സിലേക്ക്, പൊതുസമൂഹത്തിൻ്റെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ വലിയ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ശ്രീ പി വി അൻവർ എടുത്ത മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ വിജയം എന്ന് തെളിയുന്നത് എന്താണ്? എന്തിലാണ് തെളിയുന്നത്? സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിരുന്ന ആ ഗെയിന് എല്ലാ സ്ഥലത്തും പോയില്ലേ. പാലക്കാട് 3000 വോട്ടുണ്ടായിരുന്നിടത്ത് എത്രയിലാ അദ്ദേഹം വിജയിക്കുന്നത്? 18,000 വോട്ടിലേക്ക് മാറി.
39,600 വോട്ടുണ്ടായിരുന്ന ചേലക്കരയിൽ വെറും 12,000-ലേക്ക് പോന്നു. പക്ഷെ അതിൽ ശ്രീ പി വി അൻവറിന്റെ ഷെയർ എന്താണ്? UDF വിജയം രാഷ്ട്രീയ വിജയമെന്ന് പാലക്കാട്ടേതും, LDF ഭൂരിപക്ഷം കുറയ്ക്കാനായി അത് രാഷ്ട്രീയ വിജയമെന്ന് UDF ചേലക്കരയിലും നിലപാടെടുക്കുമ്പോൾ പി വി അൻവറിന്റെ രാഷ്ട്രീയ വിജയം എന്താണ് അതിൽ? അത് അവര് പബ്ലിക്കിന്റെ മുമ്പിലേ പറയുള്ളൂ. രാത്രി കിടന്നുറങ്ങുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ഇവർ ആലോചിച്ചാൽ ഇവർക്കത് മനസ്സിലാവും. കേരളത്തിലെ ജനം ചർച്ച ചെയ്തത് മുഴുവൻ പി വി അൻവർ കേരളത്തിൽ കഴിഞ്ഞ 4 മാസമായി ഉന്നയിച്ച വിഷയങ്ങളാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളത്. അതായത് അവർ പുറമെ സമ്മതിച്ചില്ലെങ്കിലും ശ്രീ അൻവർ നന്ദി എന്നവർ ഉള്ളിൽ പറയുന്നുണ്ടെന്നാണോ? തീർച്ചയായിട്ടും പറയാതിരിക്കാൻ അവർക്ക് കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതൊരു വസ്തുതയാണ്. മാത്രമല്ല, ഈ ചേലക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ ഉത്തരവാദിത്തപ്പെട്ട UDF ലീഡർഷിപ്പ് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾ അന്ന് അത്രത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയില്ല. നമ്മളൊരു ധാരണയിൽ പോയിരുന്നെങ്കിൽ ഈ പറയുന്ന വോട്ട് ഇവിടെ മാറുമായിരുന്നു. അതിനൊരു തർക്കമില്ല. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ആരില്ല എന്ന് പറഞ്ഞാലും ആര് വെല്ലുവിളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അതൊരു വസ്തുതയാണ്. ഈ UDF നേതാക്കൾ എന്ന് വെച്ചാൽ അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. ശരി. പക്ഷേ അതായത് അങ്ങനെയെങ്കിൽ സ്ട്രാറ്റജിക്കായി അവിടെ ഒരു പാളിച്ച സംഭവിച്ച UDF അവർ വിലയിരുത്തിയെന്നുകൂടി ഇതിനർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ പറഞ്ഞിരുന്നത് പിണറായിസത്തിനെതിരായിരുന്നു അല്ലേ? ആ പിണറായിസത്തിനെതിരെ പറയുമ്പോൾ വയനാടിൽ നമ്മൾ പിന്തുണ കൊടുത്തു. ആ പിന്തുണ കൊടുത്തതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. ഈ ഏറനാട്, നിലമ്പൂർ, വണ്ടൂരിൽ ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലമാണ്. വണ്ടൂർ എന്ന് പറയുന്നത് നമ്മുടെ കളിക്കളമാണ്. നിലമ്പൂരിൽ ഞാൻ MLA ആണ്. ഈ പ്രദേശത്ത് ഇത്ര വലിയ വോട്ട് വ്യത്യാസം വന്നത് എങ്ങനെയാണ്? അത് ചോദിച്ചാൽ UDF പറയും ഇപ്പോൾ കഴിഞ്ഞ പറഞ്ഞെങ്കിലും രാഹുൽ ആദ്യം മത്സരിച്ചപ്പോഴും നിലമ്പൂർ ഏറനാട്ടൊക്കെ ഈ വോട്ടുണ്ട് ഇല്ല. 16 വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നിലമ്പൂർ 10,300 വോട്ട് കൂടിയിട്ടുണ്ട് രാഹുലിനെക്കാളും. ചേലക്കരയിൽ താങ്കൾ അതിലും വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചു. പക്ഷേ 4,000 താഴെ വോട്ടിൽ മാത്രമാണ് വന്നു നിന്നത്. അത് യഥാർത്ഥത്തിൽ ശ്രീ അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ ജനം ഏറ്റെടുത്തു എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റിയ ഒരു കണക്കാണോ? ആണല്ലോ. പാലക്കാടിനെ സംബന്ധിച്ച് ഒരു നിലക്കും ജയിക്കാൻ കഴിയില്ല എന്ന് CPM ആദ്യം മുതലേ ബോധ്യമുള്ളതാണ്. അവർക്ക് ഏക വിഷയം ചേലക്കരയായിരുന്നു. 21 മന്ത്രിമാരിൽ 18 മന്ത്രിമാർക്ക് ചേലക്കര ചാർജായിരുന്നു. ആ രീതിയിൽ നിന്നിട്ട് ഞാൻ വോട്ട് പിടിക്കരുത്, ഒരു കാരണവശാലും നമ്മളിലേക്ക് വോട്ട് പോകരുത്, ആ രീതിയിൽ നിന്ന് അവർ ബ്ലോക്ക് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ കോട്ടയിൽ ഈ 3,920 വോട്ട് നമ്മൾ പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഈക്വലൻ്റ് ടു 15,000 വോട്ടാണ് എന്ന് പറഞ്ഞത് ഞാനല്ല. അത് കഴിഞ്ഞിട്ട് CPM സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വന്ന ചർച്ചയിൽ ആ ഉരുത്തിരിഞ്ഞത് ഈ 3,920 15,000 കാണണം. പക്ഷെ അപ്പോഴും ഈ പിണറായിസിനെതിരെ എന്ന് പറയുമ്പോഴും അവിടെ ആ സീറ്റ് അവർ നിലനിർത്തുന്നു, വോട്ടൊക്കെ കുറഞ്ഞു എങ്കിൽ പോലും. അപ്പോൾ അത് പാലക്കാട് പരാജയപ്പെട്ടു പോയാലും ചേലക്കരയിലെ വിജയം അത് പിണറായി 3.0 ആണോ LDF 3.0 ആണോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഒരു വ്യക്തത കുറവുണ്ടാവും. പക്ഷേ എന്തായാലും LDF സർക്കാരിൻ്റെ തുടർച്ചയുടെ തുടക്കമാണ് എന്ന് ആ നിമിഷം തൊട്ട് LDF നേതാക്കൾ പോസ്റ്റ് ഇടുന്നതൊക്കെ താങ്കൾ കണ്ടില്ലേ? 39,600 വോട്ടിൽ നിന്ന് 12,000-ലേക്ക് വോട്ടിറങ്ങിയാൽ അത് വിജയമാണോ പരാജയമാണോ? ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കാമല്ലോ. ടെക്നിക്കലി ഓക്കെ, അതവർക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷേ അവർ ഈ പുറത്ത് ഇത് പറയുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് അവർ വിലയിരുത്തിയിട്ടുണ്ട്. പി വി അൻവറിന് ഒരു ബന്ധമില്ലാത്തൊരു പാറപ്പുറത്ത് പോയിട്ട് 3,920 വോട്ട് പിടിച്ചിട്ട് എൻ്റെ വലിപ്പല്ല, ഞാൻ ജനങ്ങളോട് പറഞ്ഞ ആശയമാണ്. അപ്പോൾ ഈ പറഞ്ഞ അവരുടെ അവകാശവാദത്തെക്കുറിച്ചോ പിണറായി അല്ലെങ്കിൽ LDF 3.0 എന്നതിനെക്കുറിച്ച് താങ്കളുടെ നിലപാടെന്താണ്? അല്ല, ഒരിക്കലും സാധ്യമല്ലല്ലോ. എങ്ങനെ സാധ്യമാവുക? മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു വലിയ വിഭാഗം കൂടെ ഉണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നല്ലോ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ലോ CPM സഹകരിച്ച് പോകുന്നത്. നമ്മളൊക്കെ പാരമ്പര്യ കോൺഗ്രസ്സുകാരാണ്. നമ്മൾ CPM സഹകരിച്ച് പോകുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, അവർ വളരെ സെക്യുലർ ആയിട്ടുള്ള നിലപാടുകളാണ് ഫാസിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ് മനോഭാവത്തിൽ ഒരു കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒറ്റ കാര്യത്തിലാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഈ നിലപാട് കൊണ്ടാണ്. ഇന്ന് ആ നിലപാട് പൂർണ്ണമായും മാറി. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് ഒരു ട്രെയിൻ യാത്രയിൽ BJPയുടെ സംസ്ഥാനത്തെ ഒരു വലിയ നേതാവ് ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ നിങ്ങളെ അവർക്ക് വേണ്ടുള്ളൂ. നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ന്യൂനപക്ഷങ്ങൾ. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ നിങ്ങളെ കൈവിട്ടാൽ പിന്നെ ഞങ്ങളും അവരും തമ്മിലൊരു ധാരണ ഉണ്ടാവും. അദ്ദേഹം പറയാം,
ആ ധാരണ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഒരു 5 തൊട്ട് 10 സീറ്റ് വരെ ഞങ്ങൾ വാങ്ങും. ഞങ്ങളുടെ ലക്ഷ്യം 2031 ആ 31 BJP കേരളത്തിൽ അധികാരം വരും. അദ്ദേഹം പറയാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞത് എപ്പോഴും എൻ്റെ തലയിൽ കിടന്ന് ഇങ്ങനെ കത്തും. അതാണിപ്പോൾ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻറ്റി മുസ്ലിം എന്താ പറയുക പ്രസ്താവനകൾ പിണറായിയുടെ അടുത്തായാലും പാർട്ടി ലീഡർഷിപ്പിൻ്റെ അടുത്തായാലും ഏറ്റവും അവസാനം പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവൻ എന്താ പറഞ്ഞത്? എത്രത്തോളം കടന്നു പറഞ്ഞത്? ആ കടന്നു പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ RSSൻ്റെയും BJPയുടെയും നേതാവ് പോലും പറയില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന്, അല്ലേ? അതിനെ കടന്നു പറഞ്ഞില്ലേ? എന്തിനേറെ പറയുന്നു സഖാവ് പിണറായി പാണക്കാട് തങ്ങൾ ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് അവിടെ കൂടെ നിർത്തി. ഇത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ കേരളത്തിലൊട്ടാകെ കേരളത്തിലെ ജനമനസ്സുകളുടെ ആൻറ്റി ന്യൂനപക്ഷ മൈൻഡ് ഉണ്ടാക്കാൻ ഭൂരിപക്ഷ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് അവർ കഴിഞ്ഞ 6 മാസമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഓക്കെ, ഒരു കാര്യം കൗതുകത്തിൽ ചോദിക്കുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു നമ്മളൊക്കെ പാരമ്പര്യ കോൺഗ്രസ്സുകാരാണല്ലോ, പക്ഷേ താങ്കൾ സഖാവാണെന്ന് പറയുകയും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ സഖാവ് താങ്കൾ ഒരു തരിയും അവശേഷിക്കുന്നില്ല. അല്ല, സഖാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഖാവ് എന്ന് പറയുന്നത് ഈ പറയുന്ന തിന്മകൾക്കെതിരെ നന്മയുടെ ഭാഗമായി പോരാട്ടം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ ആകത്തുകയൊരു പേരാണ് സഖാവ്. ഇവർക്ക് സഖാവ് പിണറായി എന്ന് പറയാൻ ഇന്ന് പിണറായിക്ക് ആ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയുള്ളത്? കമ്മ്യൂണിസ്റ്റുകാർ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ 4-5 മാസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കൊടുക്കാൻ ഈ ലോകത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലക്ക് ലോക മൊത്തത്തിൽ 3.5 കോടി ജനങ്ങൾ വിശ്വസിക്കുക PV അൻവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും 25% എടുത്തേക്ക്, 75% നിങ്ങൾ കളഞ്ഞോ? 25% ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കാത്ത മൂക്ക് താഴേക്കായിട്ടുള്ള ഒരു മലയാളി കേരളത്തിലില്ല. അവിടെയാണ് ഈ പറയുന്ന ADGP അജിത് കുമാറിനെ വെള്ള പൂശുന്നത്. പൂരം കലക്കിയത് പൂര കമ്മിറ്റിയാണെന്ന് നോക്കണം നിങ്ങൾ. എവിടത്തേക്കായി പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സഖാവ് എന്ന് വിളിക്കാൻ ഉള്ള ആ യോഗ്യതയിൽ നിന്നെല്ലാം പിണറായി എവിടെ എത്തി? ഓക്കെ, നമ്മൾ ഈ ചർച്ചയുടെ മെറിറ്റിലേക്ക് വരാൻ പറ്റിയ ഒരു പാലമാണ് താങ്കൾ ഇട്ടത്. അതായത് ഇപ്പോൾ താങ്കൾ ഗുരുതരമായിട്ട് ചില ആക്ഷേപങ്ങൾ പോലീസ് ഓഫീസർമാർക്കെതിരേക്ക് ഉന്നയിച്ചു. അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി താങ്കൾ പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം താങ്കൾ കിട്ടിയ റെസ്പോൺസ് പോസിറ്റീവ് ആയിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണോ താങ്കൾക്ക് മുഖ്യമന്ത്രിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? കാരണം അതുവരെ താങ്കൾ മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ പ്രകീർത്തിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്നു അദ്ദേഹത്തിന് സഖാവെന്ന് പറയാനുള്ള യോഗ്യത തന്നെ എങ്ങനെയാണ്? അപ്പോൾ ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? താങ്കൾ ഈ ചില വിഷയങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് മുന്നിൽ ചെല്ലുന്നു, അദ്ദേഹം അതിനോട് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ഈ സ്റ്റാൻഡ് വരുന്നത്? ഞാൻ കൊടുത്ത പരാതി മുഴുവനായിട്ട് 13 പേജുണ്ട്. അദ്ദേഹം മുഴുവനായിട്ടും അത് വായിച്ചു. അതൊരു 11 മിനിറ്റെങ്കിലും എടുക്കാതെ വായിച്ചു തീരില്ല. അത് കഴിഞ്ഞ് അതിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ റിദാൻ ബാസിൽ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് വിശദീകരിച്ച് അദ്ദേഹം ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തോട് രേഖപ്പെടുത്തി. ഞാൻ മാനസികമായിട്ട് എന്താ പറയുക, എനിക്ക് ഒരു ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായി. ആ വിഷമമൊക്കെ നീ സമാധാനപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണം, കേരളം കേൾക്കേണ്ട കാര്യമാണ്. ഞാൻ അവിടുന്ന് എണീക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, CMA പത്രക്കാരുണ്ട് പുറത്ത്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നേർക്കുനേരം അദ്ദേഹം പറഞ്ഞു, അതിനെന്താ നിങ്ങൾ പറഞ്ഞോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് പറയണം എന്നൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് വല്ലതും മനസ്സിലാവുമായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ചാണ് വിട്ടത്. പ്രത്യക്ഷത്തിൽ എന്നോട് ഇത് സ്റ്റോപ്പ് ചെയ്യാനല്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ കോപ്പി ഒന്ന് പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ കൊടുത്തോളൂ. ഒരു ഘട്ടത്തിലും അദ്ദേഹം എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയം, പാർട്ടി സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത വിഷയം, പാർട്ടി ലീഡർഷിപ്പിന് ഒരു സ്ഥലത്തും ഇടപെടാൻ പറ്റാത്ത വിഷയം, ഈ വിഷയത്തിൻ്റെ ഒക്കെ പിന്നിൽ ഈ പറയുന്ന അജിത് കുമാറും ഈ P ശശിയുമാണ് എന്ന ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവരെ താഴെ ഇറക്കിയാൽ ഈ വിഷയങ്ങൾ അവസാനിക്കും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഞാൻ അവർക്കെതിരെയാണ് കുന്തമന തിരിച്ചത്, അവർക്കെതിരെയാണ് തെളിവ് ശേഖരിച്ചത്. എന്നിട്ട് എന്നെ ഈ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം പാർട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ പൊതുപ്രസ്താവനകൾ നിർത്തണം, പത്രത്തിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ നിർത്തി 3 ദിവസം. 3-ാമത്തെ ദിവസം ഒന്നും പ്രതീക്ഷിക്കാതെ മുഖ്യമന്ത്രി പിന്നെ ഒരു പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തുറന്നടിക്കുകയാണ്. എന്താ പറയുന്നത്? ശശിയെക്കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളും അവജ്ഞയോട് കൂടി അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്.
അവജ്ഞയോട് കൂടി തള്ളിക്കളയാണ്. ADGP അജീഷ് കുമാർ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ഈ കള്ളക്കടത്തുകാരുടെ വിഷയത്തിൽ പോലീസ് ഇടപെടുന്ന ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവരാണോ ഈ പരാതിക്ക് പിന്നിലെന്ന് അന്വേഷിക്കണം. ഇപ്പോൾ പത്രക്കാരായ നിങ്ങളുടെ ചോദ്യം അതാരാണ്, PV അൻവറാണോ? എന്താ മുഖ്യമന്ത്രിയോട് പറയും? അത് എനക്കറിയില്ല, അത് നിങ്ങൾ അന്വേഷിച്ചോ. എന്താ അതിൻ്റെ അർത്ഥം? എനിക്കറിയാം. ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഉള്ളിൽ പോയല്ലോ. ഈ കണ്ടു കാണപ്പെട്ട 3.5 കോടി ജനങ്ങൾ എന്താണ്? PV അൻവറിൻ്റെ ഫോൺ റെക്കോർഡിൽ ഇതാ ഈ കണ്ടു കാണപ്പെട്ട ആളുകൾ മുഴുവനുണ്ട്. അങ്ങനെ എന്നെ അങ്ങോട്ട് ഒതുക്കിക്കളയാം. പക്ഷെ അതൊന്നും സംഭവിച്ചില്ലല്ലോ, പോലീസിന് നീക്കമൊന്നുണ്ടായില്ല. അദ്ദേഹം ഉദ്ദേശിച്ചതാണ്. പക്ഷേ അങ്ങോട്ടേക്കാണ് അദ്ദേഹം പോകുന്നത് മനസ്സിലായപ്പോഴാണ് ഞാൻ അതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വിടുന്നത്. പിന്നെ അവിടെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായി. അങ്ങനെ എന്നെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തൊരു പ്രതികാര ബുദ്ധിയോടെ പോലീസോ സർക്കാരോ താങ്കളെ പിന്നെ സമീപിച്ചിട്ടില്ലല്ലോ. ഇല്ല, പ്രതികാര ബുദ്ധിയോടെ ഇപ്പോൾ 16 കേസ് എൻ്റെ പേരിലുണ്ട്. P. ശശി കേസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പലരെ കൊണ്ടും എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കാൻ വേണ്ടിയില്ല വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ദൈവത്തിന്റെ സഹായത്തിന് മാത്രം അവിടെ ഇരിക്കുന്നത്. എന്നെ തളർത്താൻ വേണ്ടിയിട്ടുള്ള, എന്നെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമം അതിനുശേഷം നടന്നു. പൂട്ടുമെന്ന ഭയം ഉണ്ടോ എന്ന് ചോദിക്കില്ല, ആശങ്കയുണ്ടോ? ഒരു ആശങ്കയില്ല. തോന്നലുണ്ടോ? ഒരു തോന്നലുമില്ല. പൂട്ടെങ്കിൽ പൂട്ടട്ടെന്ന്. ജയിലിലുള്ള ഇപ്പം വന്യമൃഗങ്ങളല്ലല്ലോ, മനുഷ്യരല്ലേ. ഇനി അങ്ങനെയാണ് പിണറായിയുടെ ഉദ്ദേശമെങ്കിൽ നടക്കട്ടെ എന്ന്. കാലാകാലം നേടൂലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരൂലേ? താങ്കൾ പറഞ്ഞു താങ്കൾ ഉന്നയിച്ച വിഷയം ജനങ്ങളിലേക്ക് എത്തി എന്നാണോ, അത് ഒരു പുകമറ സൃഷ്ടിക്കാനായെന്നാണോ, അല്ലെങ്കിൽ ആരോപണങ്ങളായി ജനങ്ങളുടെ മുന്നിൽ നിന്നുമാണോ? കാരണം നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിൽ നെല്ലും പതിരും തെളിയണം. ആ രൂപത്തിൽ വസ്തുതകൾ വരണം. ശരിയാണ്, അന്വേഷിക്കുന്നത് സർക്കാർ തന്നെയാണ്, സർക്കാരിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാവുമ്പോൾ എന്നൊക്കെ താങ്കൾക്ക് പറയാം. പക്ഷെ അതിനപ്പുറത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ താങ്കൾക്ക് എത്ര ശതമാനം പറ്റിയിട്ടുണ്ട്? സത്യസന്ധമായി ഈ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ, അതിന് ചെറിയ ശേഷിയുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് നടിക്കുന്ന മറുവിഭാഗത്ത് നിൽക്കുന്ന ഇപ്പുറത്തുള്ളതിനേക്കാളും ബോധ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. കാരണം അവരിത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരും ലോക്കൽ ലീഡേഴ്സുമാണ്. അതോടൊപ്പം ഇവിടുത്തെ പൊതുസമൂഹത്തിനും നല്ലൊരു ശതമാനം ഇതിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കെന്താ പറ്റുക? എനിക്ക് ഈ തെളിവുകൾ, അതിൻ്റെ സൂചനകളാണ് കൊടുക്കാൻ പറ്റുക. എന്നെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത IG എടുത്ത് ഞാൻ പറഞ്ഞത്, ഈ 153 കേസിൽ ഒരു 25 ആളെ റാൻഡമായിട്ട് നിങ്ങൾ വിളിക്കൂ, അവരോട് നിങ്ങളിത് അന്വേഷിക്കൂ. എത്ര സ്വർണം കൊടുത്തു, എത്ര പോയി, എത്ര പോലീസ് കൊടുത്തു, ഒരന്വേഷണം ഉണ്ടായിട്ടില്ലല്ലോ. ഇതാ ഇവിടെയാണല്ലോ SP ഓഫീസ്, ക്യാമ്പ് ഓഫീസ് ഇവിടെ. അവിടുന്ന് മരം മുറിച്ചു പോയതാ. മരം മുറിച്ചതിൻ്റെ കുറ്റി അവിടെ നിൽക്കുന്നുണ്ട്. കളവാണ്. ഒരു FIR ഇട്ടിട്ടില്ല. 33,80,000 രൂപയ്ക്കൊരു ഫ്ലാറ്റ് വാങ്ങാണ് ADGP അജിത് കുമാർ 2019 ഫെബ്രുവരി 19 ജനുവരി 29 അത് വിൽക്കുകയാണ് 65 ലക്ഷത്തിന്. ആധാരത്തിൽ എഴുതിയ പണം റിസീവ് ചെയ്തിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു. രണ്ടും കള്ളപ്പണം. 5 പൈസയുടെ അക്കൗണ്ടഡ് മണിയുടെ ചെക്കോ കാര്യം അതിലില്ല. ഫുൾ പ്രൂഫാണ്. അത് ഇങ്ങോട്ട് കൊടുത്താൽ അത് അന്വേഷിക്കാൻ 1 മണിക്കൂർ മതി, സസ്പെൻഡ് ചെയ്യാൻ 2 മണിക്കൂർ മതി. അത് അന്വേഷിക്കാനാണ് ഇപ്പോൾ 6 മാസം സമയം കൊടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഒടുവിൽ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം എന്നുള്ളതിന് തെളിവില്ല. വീട് നിർമ്മാണം എത്രയാണ് കോടികൾ വായ്പ എടുത്ത് SBI നിന്ന് വായ്പ എടുത്ത് ചെയ്യാണ്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ വാങ്ങിയ വസ്തു മറച്ചു വിറ്റു എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്താൻ സമയമെടുത്തു തുടങ്ങിയ ചില ന്യായങ്ങളൊക്കെയാണ്. ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് വിജിലൻസ് വേണമെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ കൂട്ടിലെടുത്ത് എത്താന്നൊക്കെ പണ്ടേ വിളിപ്പേരുള്ളൂ, അങ്ങനെയാണെന്നിരിക്കട്ടെ. പക്ഷേ അവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് താങ്കൾ ഈ ചില തെളിവുകൾ തരുമെന്ന് പറഞ്ഞല്ലാതെ പര്യാപ്തമായ തെളിവുകൾ തന്നിട്ടില്ല. അത് ശരിയാണോ? എന്നെക്കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും കൊടുത്താണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയറൻസ് കൊടുത്തല്ലോ അവർ. ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ADGP അജിത് കുമാർ DGPയുടെ കസാരയിലേക്കല്ല, അദ്ദേഹം സെൻട്രൽ ജയിലിലേക്കാണ് പോവുക. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് പിണറായി വിജയനല്ല, പിണറായി വിജയനോടൊപ്പമുള്ള 10 പിണറായി വിജയന്മാർ വിചാരിച്ചാൽ ഈ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ നടക്കില്ല. പക്ഷെ അതെങ്ങനെ നടക്കും? പോലീസോ വിജിലൻസോ ചെയ്യാതെ പിന്നെ ആര് ചെയ്യും? അത് കോടതി ചെയ്യണം. കോടതിയിൽ പോയി നമുക്ക് ആകെ ഓപ്ഷൻ അതേ ഉള്ളൂ. താങ്കൾ കോടതി പോയിട്ടില്ല. പക്ഷേ എങ്ങനെ കോടതി പോയിട്ടുണ്ടോ? കോടതിയിൽ പോകണമെങ്കിൽ ഈ റിപ്പോർട്ട് വരെ കൊടുക്കണ്ടേ? ആ റിപ്പോർട്ട് എടുത്തിട്ടല്ലേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റൂ. PV അൻവർ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. താങ്കൾ നേരിട്ട് നിയമപരമായി പോവുക മാത്രമല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സമയമെടുത്ത് വാർത്താ സമ്മേളനം നടത്തിയുള്ള വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ തെളിവുകളൊക്കെ ജനം അറിയട്ടെ എന്ന് വിചാരിച്ച് പൊതുജന സമക്ഷത്തേക്ക് കൊടുക്കാനുള്ള ഒരു ഘട്ടം വരുമോ? താങ്കൾ ചെയ്യുമോ? ചെയ്യില്ല. ആ ഘട്ടത്തിൽ ചെയ്യും. എന്തുകൊണ്ടാണ് ഇതുവരെ ചെയ്യാതിരുന്നറിയോ? ഞാൻ ഇപ്പോഴും കൊടുക്കാത്ത കുറച്ച് തെളിവുകളുണ്ട്.
അന്വേഷണത്തിൻ്റെ ഓരോ സ്റ്റെപ്പും നോക്കിയിട്ടാണ് ഞാൻ തെളിവ് കൊടുത്തത്. അന്വേഷണം സത്യസന്ധമായി പോകുമായിരുന്നെങ്കിൽ ബാക്കി തെളിവ് ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പം കൊടുത്ത തെളിവ് തന്നെ അവർ മുക്കി. ഞാൻ എല്ലാ തെളിവും കൊണ്ടുപോയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മേശപ്പുറത്ത് കൊണ്ടുപോയിട്ടാൽ അവർക്ക് ഇറ്റ്സ് വെരി ഈസി ഫോർ ദം. അപ്പം അവർക്ക് അത്ര ബുദ്ധിയില്ലെങ്കിൽ ചെറിയ ബുദ്ധി നമുക്കുണ്ടല്ലോ. അപ്പം ചില കാര്യങ്ങൾ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വരട്ടെ, കോടതിയിൽ നമുക്ക് കാണാം, കോടതിയിൽ നമ്മൾ കാണേണ്ടി വരും. കാരണം തൃശ്ശൂർ പൂരം ഇപ്പം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പം അവരാണ് കുറ്റവാളികൾ. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നാരാ? ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ച അൻവറിൻ്റെ നെഞ്ചത്തേക്കായി വരുന്നത്. ഈ സൂചി ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടല്ലോ, അതിന് ഞാൻ നെഞ്ച് കാണിച്ചു കൊടുക്കണോ? അത് പിണറായി വിജയൻ പ്രതീക്ഷിക്കേണ്ട, അജിത് കുമാറും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ജനങ്ങളത് കാണും. എല്ലാ കച്ചവടത്തിൻ്റെ പിന്നിലും ഞാൻ തീർത്ത് പറയാണ്, എല്ലാ സാമ്പത്തിക ഇടപാടത്തിൻ്റെ പിന്നിലും പി ശശിയെ അവിടെ നിർത്തിക്കൊണ്ട് മകളും മരുമകനും നടത്തുന്ന എല്ലാ കള്ളക്കച്ചവടങ്ങളും നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഈ സംവിധാനത്തിനുള്ളിൽ. അത് കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അവിടെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ അയ്യപ്പദാസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയെയും സോറനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ നഷ്ടം ഉണ്ടായത്. അപ്പം ഈ കേസിൽ ഇപ്പോൾ വേണമെങ്കിൽ പിണറായി അറസ്റ്റ് ചെയ്യാം, കുടുംബത്തെ അറസ്റ്റ് ചെയ്യാം. എന്താ ചെയ്യാത്തത്? അതവർക്ക് രാഷ്ട്രീയമായിട്ട് നഷ്ടം ഉണ്ടാക്കൂ. പറഞ്ഞാൽ അത് പറഞ്ഞു നിൽക്കാൻ അവർക്ക് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഒരു RSS മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്യിക്കാൻ RSSന് സാധ്യമാണോ? ആ കാര്യങ്ങൾ മുഴുവൻ മകളെയും മരുമകനെയും ഇവിടെ വെച്ചിരിക്കുക അപ്പുറത്ത്. അല്ല, അതിനർത്ഥം മുഖ്യമന്ത്രിയും ഒക്കെ സുരക്ഷിതരാണെന്നാണ്. അതെ, ഇപ്പൊ സുരക്ഷിതരാണ്. അപ്പം RSSന്റെ എന്താ പറയാ, ഈ ചക്രത്തിനുള്ളിൽ നിന്ന് ഒരു ഇഞ്ച് പിണറായിക്ക് മാറാൻ കഴിയില്ല. RSS മുഖ്യമന്ത്രിയാണോ? RSS മുഖ്യമന്ത്രി. എന്ത് തർക്കം? ഇപ്പൊ ഈ അജിത് കുമാർ എന്താ സ്ഥിതി? ഞാൻ പറയട്ടെ, അജിത് കുമാറിനെതിരെ നടപടി എടുത്താൽ അജിത് കുമാർ ഇങ്ങനെ ആ DGP ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാളെ കയ്യിൽ വേറൊരാളും കൂടി ഉണ്ടാവും. ഇങ്ങനെ ഒരു കൈ ഉണ്ടാവും. ആ കൈയിൻ്റെ അറ്റത്താരാ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പിണറായി വിജയൻ. മനസ്സിലായോ? അജിത് കുമാർ ആ കസേരയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അജിത് കുമാറിന്റെ കയ്യിൽ പിണറായി വിജയൻ ഉണ്ടാവും. അജിത് കുമാർ ഒറ്റയ്ക്ക് പോവില്ല. ഒരു കാര്യം ശ്രീ അൻവർ, ഇപ്പോൾ ഇതിലും വലുത് എന്നൊക്കെ ചിലപ്പോൾ LDFകാർ പറയും ഇത് കേട്ടാൽ. കാരണം വെച്ചാൽ ഓർക്കുക, 2020-21 ഏതൊക്കെ ആക്ഷേപങ്ങളിലൂടെ പിണറായി സർക്കാർ കടന്നുപോയെന്ന്. സ്വർണ്ണക്കടത്ത് അടക്കം എന്തൊക്കെ വിഷയം. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന് തന്നെ സസ്പെൻഡ് ചെയ്തിട്ട് വന്നിട്ട് പോലും ഒരു തുടർഭരണം, പല കാരണങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിലും വലുത് ചാടിക്കടന്നാണെന്ന് LDF പറയും ഇതൊക്കെ കേട്ടാൽ. എൻ്റെ വാപ്പ വെടിവെച്ച തോക്കട വീട്ടിലുണ്ട്. അത് പണ്ട് കാലത്തായിരുന്നു. ഇപ്പം എടുത്തത് വെടിവെച്ച് നോക്കണം, വിവരം അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആ ഹഡിലൊക്കെ ആ കാലത്ത് മറികടന്നു എന്ന് ഞാനുണ്ടായിരുന്നല്ലോ. ആ മറികടക്കും, ഒറ്റക്കൊന്നും മറികടന്നല്ലോ. നമ്മളൊക്കെ നല്ല കഠിനാധ്വാനം ചെയ്തിട്ടാ ഇന്ന് ആ തരത്തിൽ. സംശയം എന്താ അറിയോ, അത് ആക്ഷേപം മാത്രമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് മാധ്യമങ്ങളോട് LDF പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതുപോലെ ഇതിലും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇതും ആക്ഷേപം മാത്രമാണെന്ന് പറയും. അതാ പറഞ്ഞത്, ഇതൊരു ആക്ഷേപമായി അവസാനിക്കില്ല. ഇതൊരു പ്രപഞ്ച സത്യമായിരുന്നു PV അൻവർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്നത് ഒരു 50% എനിക്ക് ബോധ്യപ്പെടുത്താനുള്ള എന്താ പറയുക കോൺക്രീറ്റ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അതുമായി കോടതിയെ സമീപിക്കും. ഇപ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു, നേതാക്കൾ ഇപ്പോൾ നോക്കൂ, ശ്രീ KT ജലീലിനെ പോലുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ പറയാൻ പോയി. KT ജലീലിനെ ആ രൂപത്തിൽ ഇപ്പോൾ കാണാനില്ല. നമ്മൾ കാരാട്ട് റസാഖിനെ കണ്ടു, പിന്നീട് അദ്ദേഹത്തെ കാണാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കളുടെ വഴിയെ നടന്നു തുടങ്ങിയ ചിലരെ നമ്മൾ ആ തുടക്കത്തിൽ കണ്ടെങ്കിൽ പിന്നെ ആരെയും കാണാനില്ല. അതെന്തുകൊണ്ടല്ല? കാരാട്ട് റസാഖൊക്കെ ഇരിക്കുന്നിടത്തുണ്ട്, കുഴപ്പമില്ല. ജലീലിന് എന്ത് മതിരാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. 1-2 കാര്യങ്ങൾ കൂടി. ഇപ്പോൾ താങ്കൾ തന്നെ കുറച്ച് നാൾ മുമ്പ് വളരെ പറയുകയും വലിയ തോതിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്ത ചില വാക്കുകളുണ്ട്. ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ് എന്ന്. പോയിന്റ് നമ്പർ 1. 2, മുഖ്യമന്ത്രിയും കുടുംബമൊക്കെ അമേരിക്കയിലേക്ക് ഇപ്പോൾ പോയി രക്ഷപ്പെടാൻ പോവാണ്. മാസങ്ങൾ കുറെ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിക്കാനാവുന്നേ ഉള്ളൂ, തിരക്കൂട്ടണ്ട. കപ്പൽ പറയാറുണ്ട്, കപ്പൽ മുങ്ങി ഓട്ടയായി, ഒരു തർക്കവന് കരുതണ്ട. ഈ കപ്പലിന് ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ഈ കപ്പിത്താനെയും വെച്ചാണ് ഇനിയും ഈ കപ്പലോടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, ടൈറ്റാനിക് മുങ്ങിയതുപോലെ ഇടതുപക്ഷവും CPM ഈ എന്താ പറയാ ഈ കടലിൽ നിന്ന് കയറാൻ കഴിയാത്ത വിധം മുങ്ങിപ്പോകും. ഈ കപ്പിത്താൻ മാറിയാലോ? കപ്പിത്താനെ ഇപ്പം മാറ്റണം. എന്നെ സംബന്ധിച്ചൊരു തർക്കമില്ല. എന്താ പറയാ, ഉപ്പ് വെച്ച കലം പോലെ ഉണ്ടാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ. എനിക്കിനി കുറച്ച് രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. ഞാൻ അതിനു മുമ്പ് മൈക്ക് ഇങ്ങോട്ട് കൈമാറാണ്. ആരാ ആദ്യം ചോദിക്കുന്നത്? 2024 നവംബറിൽ വന്നിട്ടുള്ള വന ഭേദഗതി നിയമം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ വാച്ചർമാരടക്കമുള്ള
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിത അധികാരം കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ പൊതുജീവിതത്തെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ 64 മണ്ഡലങ്ങളിൽ മനുഷ്യരെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ എന്താ പറയുക, നല്ല പഞ്ചാര വാക്കിൽ പറയും. ആ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, മൃഗശല്യം അതിഭീകരമായി കേരളത്തിൽ നിൽക്കുക, മറ്റൊരു സംസ്ഥാനത്തുള്ളതുപോലെ. കഴിഞ്ഞ 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ മാത്രം ആളുകൾ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ മരണപ്പെട്ടിരിക്കുന്ന ഏകദേശം 400 ആളാണ് നിയമസഭയിൽ കൊടുത്തത്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവമാണ്. വയനാട്ടിലെ MLA ടി സിദ്ദീഖ് കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ നമ്മളെ കേരളത്തിലെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ വന്യജീവി വകുപ്പ് മന്ത്രിയാണ് എന്ന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യരെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്ന്. ഞാൻ ആ നിയമസഭയിൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവിടെ ഒരു മനുഷ്യ സംരക്ഷണ മന്ത്രി ഒരു വകുപ്പ് കൂടി ഉണ്ടാക്കണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ കണ്ട ഉദ്യോഗസ്ഥരിൽ ഇത്രയും മനുഷ്യത്വഹീനരായ ഉദ്യോഗസ്ഥർ വലിയൊരു വിഭാഗം അത് ഫോറസ്റ്റുകാരാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ ഫോറസ്റ്റിനകത്ത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇതിപ്പോൾ പോലീസിനൊക്കെ ഉള്ള അധികാരം ആർക്ക് താൽക്കാലികമായി വെക്കുന്ന വാച്ചർക്ക് പോലും അധികാരം കൊടുക്കുകയാണ്. ആ ബില്ലാണ് ഇവിടെ വരാൻ. മന്ത്രി പറയുന്നത് വെച്ചാൽ നേരത്തെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാറ്റിയാണ് ചെയ്തത്. അതിലെന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. പച്ചക്കള്ളം ബില്ല് വരുമല്ലോ പുറത്ത്. അതിൻ്റെ കരട് വായിച്ചാണ്. ഞാനൊരു MLA ആണല്ലോ. വനമേഖലയിലുള്ള മനുഷ്യരെ താഴെ ഇറക്കാനുള്ള നിലപാടിൻ്റെ അതിൻ്റെ ഒരു ബാക്കി പത്രം. അതിലപ്പുറം ഇവിടെ മനുഷ്യർക്ക് മലയോര മേഖലയിൽ ജീവിക്കാൻ കഴിയില്ല. അതൊരു വസ്തുതയാണ്. അതിൻ്റെ അവസാനത്തെ ആണിയാണിത്. അങ്ങ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ CPI അങ്ങ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പിറകോട്ട് പോവാൻ ഒരവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? അവർ ഓരോ ഘട്ടത്തിലും അതായത് ഓന്ത് നിറം മാറുന്ന പോലെ മാറും. ഓന്ത് നിറം മാറുന്ന പോലെ മാറും. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നല്ലോ. ഈ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ക്ലിയറൻസ് മന്ത്രിസഭയുടെ ടേബിളിൽ വന്നല്ലോ. 4 മന്ത്രിമാരില്ലേ CPIക്ക്? ഒരാളെങ്കിലും പറഞ്ഞോ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരെ? എന്താ ഇത്ര തിരക്ക് അജിത് കുമാറിനെ ക്ലിയർ ചെയ്യാൻ? ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഈ പറയുന്നത് പോലെ അവരുടെ പാർട്ടി സെക്രട്ടറിയുടെ എന്താ പറയുക ചില നാടകങ്ങൾ, അവർക്കൊന്നും മിണ്ടാൻ കഴിയില്ല. ഇപ്പം മിനിയാന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടല്ലോ. CPI ഓഫീസ് അതിൻ്റെ മോഡേണൈസേഷന് 10 കോടി റുപ്യ. PV അൻവർ പറഞ്ഞതല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആ പത്രക്കാരെ കൊണ്ട് ആ ഓഫീസിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവിടുത്തെ എയർ കണ്ടീഷൻ സംവിധാനം, ലിഫ്റ്റ്, 10 കോടി. DMKയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. ആ ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മൂന്നാമത്, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, അദ്ദേഹം ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പോലീസ് ഗണ്യമായ രൂപത്തിൽ ഇവിടെ കേസുകൾ എടുത്ത് സാധാരണക്കാരെ ദ്രോഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ തെളിവോടുകൂടിയ ആരോപണം ഉന്നയിച്ചപ്പോൾ താങ്കൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു? ഈ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യം, DMKക്ക് ഒരു കുഴപ്പമില്ല, വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ രാഹുൽ ഗാന്ധിയുടെ DNA ബന്ധപ്പെട്ടാണ്. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്താണ് പൊളിറ്റിക്കൽ DNA കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ PK നവാസിൻ്റെ കാര്യം, ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനങ്ങളൊക്കെ നിങ്ങൾ കാണാം. ഞാൻ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൊടുത്ത പരാതികൾ അത് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു നോവലാക്കാമെന്ന് അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ ഇടപെടാതിരുന്നിട്ടില്ല, പബ്ലിക്കായിട്ട് ഇടപെട്ടിട്ടില്ല. പാർട്ടി കേന്ദ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പബ്ലിക്കായി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പബ്ലിക്കായി പറഞ്ഞു. നമുക്കറിയാം, താങ്കൾ ഉന്നയിച്ച ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് ആ ആരോപണങ്ങൾ ഗവൺമെൻറ് കാര്യത്തിലെടുത്തിട്ടില്ല എന്നുള്ളത് ബോധ്യമാണ്. ഗവൺമെൻറ്റിന് അതിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ അങ്ങ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികളൊന്നും തുടങ്ങി വെക്കാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് ഇപ്പോൾ കോടതിയെ സമീപിക്കാവുന്ന ഒരു ഘട്ടത്തിലല്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കോടതിയിൽ പോയാൽ, നമ്മളത് പഠിച്ചതാണ്, ലീഗൽ അഡ്വൈസ് എടുത്താണ്. കോടതിയിൽ പോയാൽ കോടതി എന്താ പറയുക? നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ കൊടുത്ത പരാതിയുടെ മുകളിൽ
ഗവൺമെൻറ് ഇതാ DGPയുടെ നേതൃത്വത്തിൽ വലിയൊരു അന്വേഷണ സംഘത്തെ ഉണ്ടാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കഴിയട്ടെ എന്ന് പറയും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരനായിട്ടാണോ മുസ്ലിം ലീഗുകാരനായിട്ടാണോ അതോ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണോ എങ്ങനെയാണ് മത്സരിക്കുക? ഞാൻ 2011 ഏറനാട് നിയമസഭയിൽ മത്സരിച്ചു, 2014 വയനാട് പാർലമെൻറ്റിൽ മത്സരിച്ചു, 2016 നിലമ്പൂരിൽ മത്സരിച്ചു, 19 വീണ്ടും പൊന്നാനിയിൽ പാർലമെൻറ്റിൽ മത്സരിച്ചു, 21 കേരളത്തിലെ എന്താ പറയുക നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചു. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, PV അൻവറായിട്ടാണ്. പലരും പിന്തുണ തരും, തരാത്തതുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പം തന്നെ എന്താ പറയുക, നമ്മൾ തീരുമാനിക്കണം. ഞാൻ അതിനോട് ഒന്നിട്ട് ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് ചോദിക്കട്ടെ. അതായത് 1.5 വർഷമേ ഉള്ളൂ ഇലക്ഷന്. അപ്പോൾ 2 തവണ MLA ആയി, മൂന്നാമതൊരു വട്ടം നിശ്ചയമായിട്ടും അങ്ങ് മത്സരിക്കുന്ന ഉറപ്പല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ല അങ്ങനെയല്ല, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതെ, അല്ല എൻ്റെ ഒരു പ്രത്യേക കേസാണ്. അല്ല എന്തായാലും ഈ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് മൂർച്ച പകരല് ഈ ഗവൺമെൻറ്റിൽ നിന്ന് നീതി ലഭ്യമായില്ലെങ്കിൽ അടുത്ത ഗവൺമെൻറ്റിലേക്ക് നമ്മുടെ ഈ അന്വേഷണം നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന് എനിക്കൊരു നിയമസഭ സാമാജികനാവലാണ് ഗുണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഈ സുഹൃത്ത് ചോദിച്ചതിലൊരു കാര്യമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു അന്ന് ഞാൻ 2 തവണയും മത്സരിച്ച് തനിച്ചാണ് പിന്തുണ. പക്ഷേ ആ പിന്തുണ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ സപ്പോർട്ട് ബേസുള്ള LDF എന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനം എന്തായാലും ഇനി താങ്കളെ പിന്തുണയ്ക്ക് താങ്കൾ പ്രതീക്ഷിക്കുന്നില്ല, അവരുടെ പിന്തുണ വേണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്ന പിന്തുണ ജനങ്ങളുടെ പിന്തുണ. പക്ഷെ അതൊരു മുന്നണിയായിട്ടല്ലാതെ കേരളത്തിൽ ആർക്കും നിലനിൽപ്പില്ല എന്നുള്ളത് കേരളത്തിന്റെ 10-60 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം കൊണ്ട് അറിയാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് താങ്കൾക്ക് നിന്നേ പറ്റും. അല്ല, അത് നമുക്ക് ആലോചിക്കാന്ന്. അതാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള ജനങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒക്കെ പ്രതികരണം കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ടല്ലോ. അപ്പം ഞാൻ പണ്ടേ പറയല്ലോ, എന്താ പറയുക, ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് പൊതുവിൽ. ഒരു MLA എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സംഭവം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് സത്യത്തിൽ ജനം നടക്കുന്നത്. ജനം ആദ്യം അത് തിരുത്തണം. കാരണം ഈ 3 അക്ഷരം ജനങ്ങൾ കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ മന്ത്രിയാകാത്തതിനും മന്ത്രി പദവി ഏറ്റെടുക്കാത്തതിനൊക്കെ പല വിമർശനം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നവരോടൊക്കെ പറയും, നിങ്ങൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം. മുൻ മന്ത്രിമാർ, മുൻ MLA മാർ, മുൻ MP മാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടാവും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഈ മന്ത്രിമാരിലൊക്കെ ചിലരൊക്കെ അങ്ങനെ അനാഥമായിട്ട് പോകുന്നുണ്ടാവും. ഒരാൾക്കും ഇവർ ആരാന്ന് പോലും അറിയില്ല, മനസ്സിലായില്ലേ? അതിന് മുമ്പ് ഇങ്ങനെ എന്താ പറയുക, കൊമ്പ് കുലുക്കി നടന്നിരുന്ന ആളുകളാണ്. അതിൽ ചിലരൊക്കെ പ്രായം വന്നിട്ട് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് പൊങ്ങിയാണല്ലോ നിൽക്കുക. അപ്പോൾ പലരും ഇങ്ങനെ വന്നിട്ട് അവിടെ കയറാൻ ഇങ്ങനെ പ്രയാസപ്പെടും. ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാറി നിന്ന് നോക്കും. അപ്പം മനുഷ്യന്മാരോട് നല്ലോണം പെരുമാറിയിരുന്ന ആളുകളാണെങ്കിൽ അവിടെ നിൽക്കുന്ന ട്രെയിനിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾ കൈ കൊടുക്കും, കയറ്റും. ഒരു അറിവില്ലാത്തതാണെങ്കിൽ കയറ്റി വിടും. ചില ആളെയൊക്കെ കണ്ടാൽ ഇവനെ പെട്ടിയൊന്നും അവിടെ വാങ്ങി വെക്കണം. അവിടുന്ന് ആൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ മന്ത്രിയാകുന്നത്തെ ഗുണമാണ്. അപ്പോൾ അത് പോയി കണ്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മന്ത്രിയാവണ്ടെന്ന് പറയും ഞാൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് എല്ലാത്തിനും 2 ആംഗിൾ ഉണ്ട്. താങ്കൾ വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ ആൻസർ തന്നെ വളരെ കൗതുകകരവും ഇൻട്രസ്റ്റിംഗുമാണ്. പക്ഷേ ഞാൻ ആ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ്, ഇപ്പോൾ LDF പിണറായിസമാണല്ലോ താങ്കളുടെ പ്രശ്നം. അപ്പോൾ നാളെയാണെങ്കിലും LDFലോ ആയിട്ടൊരു തിരിച്ച് പോക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സഹകരണം എന്നുള്ളത് എക്കാലത്തേക്കും അടഞ്ഞ അധ്യായമാണോ? നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ഒരു 6 മാസം അപ്പുറത്തെ രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ 2 കൊല്ലം അപ്പുറത്തെ രാഷ്ട്രീയത്തെ ഒക്കെ നമുക്ക് എന്താ പറയുക ഏകദേശം ഗണിച്ചെടുക്കാൻ പറ്റിയെന്ന് വരും. അതിനപ്പുറമുള്ള രാഷ്ട്രീയം ഒരാൾക്കും ഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക ബേജാറായി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പക്ഷേ 2026 ഒരുപാട് അകലെയല്ല എന്ന് നമ്മൾ കണക്കാക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് പലരും പറയും നിങ്ങളുടെ സേഫ്റ്റി നോക്കണം. നമ്മോട് സ്നേഹമുള്ളവരും പറയുന്നതാണ്. ഞാൻ ആ ആംഗിളിലേക്ക് പോയിട്ടേ ഇല്ല. കാരണം ഇതൊരു സ്ഥായിയായ ഏർപ്പാടും ജോലിയായിട്ട് നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോഴും അധ്വാനിക്കാനുള്ള നല്ല ശേഷിയുണ്ട്, നല്ല മനസ്സുണ്ട്. ഞാൻ ആഫ്രിക്കയിലെത്തിയാണല്ലോ, ഒരു മനുഷ്യനും പോകാത്ത ആഫ്രിക്കയിലാണ് ഞാൻ പോയത്. അപ്പോൾ നമ്മളിതൊരു കച്ചവടവൽകൃതമായിട്ടുള്ള സമൂഹമായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ സമൂഹത്തിന് എന്താ പറയുക നമ്മളൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ട നമ്മളെ ബാധ്യത ഉണ്ട്. നമ്മളെ മുൻ തലമുറകൾ അങ്ങനെ ചെയ്തു പോതാ. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് ലക്ഷോപലക്ഷം ആളുകൾ ഈ എന്താ പറയുക സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മരണം വരിച്ചതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ ആസ്വദിക്കുന്നത്. അന്ന് അവർ ഏറ്റുമുട്ടാൻ പോയിട്ടില്ലെങ്കിൽ നമ്മളന്നത്തെ സ്ഥിതി എന്താ? അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബാധ്യത ഉണ്ട്. ആ ബാധ്യത നിറവേറ്റാനുള്ള എന്താ പറയുക അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന്
ചെറിയ ഒരു പരിശ്രമം ഞാൻ നടത്തി നോക്കുന്നു. ഇപ്പോൾ ഇവിടെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചാൽ DMK ആയിട്ട് കണക്ട് ചെയ്തൊരു കാര്യം, യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ ചന്തക്കുന്നിലെ ആ പ്രസംഗത്തിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് കണ്ടു, കോഴിക്കോട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്തൊക്കെ താങ്കളുടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് രാഷ്ട്രീയമായിട്ട്. അപ്പോൾ അത് ജനം പറയട്ടെ, ആ സമയത്ത് തീരുമാനിക്കുമെന്ന് പറഞ്ഞതിൽ നിന്ന് ആഴ്ചകൾക്കകം താങ്കൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പക്ഷേ ആ സമയത്ത് താങ്കൾ തുറന്ന് സമ്മതിക്കാനും തയ്യാറായില്ല, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന്, ഒരു സാമൂഹ്യ സംഘടനയാണെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരല്പം വേഗത്തിലായി പോയോ? ഒരിക്കലും തോന്നുന്നില്ല. അതിപ്പോൾ നമ്മൾ ചേലക്കര മത്സരിച്ചൊക്കെ എന്താ പറയുക, പെട്ടെന്നായിപ്പോയി എന്നൊക്കെ ചർച്ചയുണ്ട്. അത് രാഷ്ട്രീയം അങ്ങനെ നിരീക്ഷിക്കുന്നതുകൊണ്ടാണ്. ചേലക്കര ഞാൻ എന്താ ചെയ്യുക, നമ്മൾ മിണ്ടായിരിക്കാൻ പറ്റുമോ? നമ്മൾ ഈ സമൂഹത്തിൽ ഉയർത്തിയ വലിയ വിഷയങ്ങൾ നിൽക്കുകയാണ്. ആ വിഷയം ജനങ്ങളോട് തുറന്ന് സംവദിക്കാനുള്ള ഒരു വലിയ വേദിയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ വോട്ടല്ല വിഷയം. ആ സമയത്ത് പക്ഷേ താങ്കൾ പൂർണ്ണ ക്ലാരിറ്റി ഉണ്ടായിരുന്നോ അതോ കൺഫ്യൂസ്ഡ് ആയിരുന്നോ? ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനം ചോദിക്കുമ്പോൾ താങ്കൾ സമ്മതിച്ചിട്ടേ ഇല്ല, സാമൂഹ്യ സംഘടന എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. സമ്മതിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടി, ഒരു സാമൂഹ്യ സംഘടന എങ്ങനെയാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്? അത് പറയാം. ഞാൻ ആദ്യം ഒരു ഒറ്റയാൾ പോരാട്ടത്തിലാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മുടെ ചുറ്റുമുള്ള ശത്രുക്കൾ ഇത് അവർ എന്താ പറയുക, പല ഭാഗങ്ങളിൽ പല രീതിയിൽ പിടിമുറക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കായി കഴിഞ്ഞാൽ ഒറ്റ ഞെക്ക് ഞെക്കിയാൽ മതി. അവർ 10 ആൾ കൂടുമ്പോൾ ഒരു ഞെക്കിന് പോവില്ല, 10 ഞെക്ക് ഞെക്കണം. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് ഇത് വിളിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തില്ല. ഇതിനൊരു ഒരു സംവിധാനം വേണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടാക്കുന്നതിനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനും നിയമപരമായ തടസ്സമുണ്ട്. അത് എനിക്ക് ഡിഫെക്ഷൻ വരുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതിനവരെ കാത്തു നിൽക്കുന്നുണ്ട്. അവരത് കാത്തു നിൽക്കുമ്പോൾ നമ്മൾ കഴുത്തുകൊണ്ട് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 അക്ഷരം വലുതല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഒരു പ്രിവിലേജും ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. അതില്ലെങ്കിൽ ഇതിനെ എടുത്ത് തന്നെ തൂക്കി എറിഞ്ഞു. അപ്പം അത് ഈ പോരാട്ടത്തിൻ്റെ ഇടക്ക് അത് നഷ്ടപ്പെടാതെ പോകാനുള്ള എന്താ പറയുക ടെക്നിക്കാലിറ്റിയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇതിലിപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലെ നല്ലൊരു വിജയ ഫോർമുലയായിട്ടാണ് ശ്രീ PV അൻവറും CPM തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പൊതുവെ കാണുന്നത്. 2016 നിലമ്പൂരാവട്ടെ, 2021. പക്ഷേ ആ അൻവർ പ്രായോഗികമായിട്ടാണോ അല്ലെങ്കിൽ അപ്രായോഗികമായിട്ടാണോ ഈ സമീപകാലത്തെ രാഷ്ട്രീയത്തെ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പാലക്കാട്ട് ചേലക്കര പോലെ വളരെ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടം UDF-നും പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് UDF-ന് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക എന്നടക്കമുള്ളതൊക്കെ യഥാർത്ഥത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ആവശ്യങ്ങളായിരുന്നു. അവിടെയാണ് ഇത് പ്രായോഗികമാക്കാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണ്, അല്ലേ? എൻ്റെ പോരാട്ടം ഫാസിസത്തിനെതിരാണ്. ഫാസിസത്തിനെതിരെ പോരാട്ടം എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ പാലക്കാട് പൂർണ്ണമായിട്ടും നമ്മൾ പിന്തുണ കൊടുക്കുന്നത്. എനിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റില്ലല്ലോ. ഞങ്ങൾ DMK ഒരു സ്ഥാനാർത്ഥി പിന്തുണ കൊടുത്താൽ അതാരാ? AICC മെമ്പറായ സുധീർ. അദ്ദേഹം കോൺഗ്രസ്സാണ്, ഇപ്പോഴും കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങളെ സ്ഥാനാർത്ഥിയാണല്ലോ സുധീർ. ഞങ്ങൾ പിന്തുണ കൊടുക്കുക, നിങ്ങൾ പിന്തുണ കൊടുത്തോ. ഞാൻ മാറ്റണം എന്നല്ല പറഞ്ഞത്, പ്രായോഗികം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രയോഗവൽക്കരിക്കണ്ടേ? എനിക്കതല്ലേ നോക്കേണ്ടത്. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ CPM-ആയിട്ട് താങ്കൾ പോരാട്ടത്തിലാണ്. അപ്പോൾ നിശ്ചയമായും കേരളത്തിലെ പ്രധാന എതിർപക്ഷം എന്ന് പറയുന്നത് UDF ആണ്, BJP ഇവിടെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി വാക്പോരൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് ആവശ്യമായ ഒന്നായിരുന്നു. ഞാനൊന്ന് തളർന്ന് നിൽക്കുകയെന്ന് വിചാരിച്ച് എനിക്ക് പോയിട്ട് കാല് പിടിക്കാൻ പറ്റുമോ? ഞാൻ തളർന്ന് ചാവട്ടെ ആയിരിക്കും. അത് നടക്കണ കാര്യമില്ല. നമ്മൾ വസ്തുതകൾ വസ്തുതാപരമായിട്ട് പറയുമ്പോൾ അത് ആ വസ്തുതക്കനുസരിച്ച് മത്സരിക്കുക. ഞാൻ പറഞ്ഞു, പണ്ട് ആന വെടിവെച്ച തോക്കുണ്ട് വീട്ടിൽ കയറിട്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പം UDF-ന് തിരിച്ചധികാരത്തിൽ വരണമെങ്കിൽ ചെറിയ എക്സസൈസ് ഒന്നും പോരാ. 2006 തൊട്ട് 2021 വരെയുള്ള ഈ 3-4 തെരഞ്ഞെടുപ്പിൽ 63 സീറ്റ് CPM-ന്റെ കയ്യിലാണ്, കോൺക്രീറ്റ് സീറ്റ്. ഏത് ദുഷ്കരമായ സാഹചര്യത്തിലും 63 സീറ്റുകളുണ്ട്. അതിൽ UDF-നുള്ളത് 29 സീറ്റാണ് ഈ 3 തെരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ. ഇതിൽ ഈ 63-ൽ 21 സീറ്റ് 6000 വോട്ടിന് താഴെയാണ് UDF-ന്റെ കയ്യിൽ, LDF-ന്റെ കയ്യിലുള്ളത്. ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വേണം. ഇവിടെ മുഖ്യമന്ത്രിക്കല്ല പടി കൂടേണ്ടത്, ഇവിടെ 10 MLA-മാരുണ്ടാക്കാനുള്ള മാർഗം എന്താണെന്നാ UDF അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് അടി നടക്കുന്നുണ്ടോ? അല്ല, നടക്കുന്നുണ്ട്, നല്ല പത്രത്തിൽ കാണുന്നത് എനിക്കറിയില്ല. ഈ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുമ്പം അതിന് രാഷ്ട്രീയമായിട്ട് ഇവിടുത്തെ എല്ലാ എന്താ പറയുക ഗവൺമെൻറ് ശക്തികളെയും ഒരുമിച്ച് നിർത്തി ഈ ആൻറ്റി ഫാസിസ്റ്റ് ഇപ്പോൾ CPM മാറ്റിയിട്ടുള്ള ഈ നിലപാട് കൂടി വളരെ ആപൽക്കരമാണ്. ഇത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട പൊളിറ്റിക്സ് ഉണ്ട് ഇവിടെ. ന്യൂനപക്ഷങ്ങളില്ലാത്ത എന്ത് CPM? ഇടതുപക്ഷ അനുഭാവികളും CPM-മാരും ആലോചിക്കണം എങ്ങോട്ടായി കൊണ്ടുപോകുന്നതെന്ന്. അതിലെ മതേതരവാദികൾ ആലോചിക്കണം ഏത് ആലയിലേക്കാണ് ഈ CPM-നെ കൊണ്ടുപോയി കെട്ടാൻ പാർട്ടിയുടെ. എന്താണ് പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഇല്ലാത്തത്? എന്താ സെക്രട്ടറി ഇല്ലാത്തത്?
ആ സാധു യെച്ചൂരി മരിച്ചിട്ട് മാസം എത്രയായി? പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകും. അല്ല പാർട്ടി എന്നാലും താൽക്കാലികമായിട്ട് സെക്രട്ടറി ഉണ്ടാവില്ലേ? താൽക്കാലികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ തലത്തിലൊരു സെക്രട്ടറിയെ പോലും വെക്കാനുള്ള ധൈര്യം എന്താ പിണറായി വിജയൻ ഇല്ലല്ലോ? ഇല്ല, അത് തന്നെ തടസ്സം. അപ്പം എല്ലാം കൈപ്പിടിയിലെടുക്കണം, എല്ലാം. ഇത് അവസാനം പോയി അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ, ഈ ടേമോട് കൂടി അദ്ദേഹം മാറുന്നാ പറഞ്ഞത്. ആ ടേം കഴിഞ്ഞാൽ എനിക്ക് ശേഷം പ്രളയം. ഒരു കാരണവശാലും CPM കേരളത്തിൽ ഇനി എന്താ പറയുക, ഈ ലോകമുണ്ടായിരിക്കുന്നിടത്തോളം കാലം CPM കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്ത് ഈ സാധനം എന്താ പറയുക, CPM തകർച്ച കണ്ടിട്ട് സഖാവ് പിണറായി ആ സീറ്റിൽ നിന്ന് ഇറങ്ങുള്ളൂ. ആ കരാറാണ് കേന്ദ്ര RSS നേതൃത്വവുമായി പിണറായി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കഴിഞ്ഞ 6-7 മാസത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാകും. പ്രതിപക്ഷത്തിന് താങ്കൾ എത്ര മാർക്ക് കൊടുക്കും കേരളത്തിൽ? അല്ല, പ്രതിപക്ഷത്തിന് മാർക്ക് കൊടുക്കാൻ ഞാനിപ്പോൾ ആയിട്ടില്ല. തൃപ്തികരമാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം? പ്രതിപക്ഷം പോരാ. പ്രതിപക്ഷം ശക്തമായി പറയേണ്ട കാര്യങ്ങൾ പലതും ശക്തമായി പറയുന്നില്ല. ആ പറച്ചിൽ ഒരു കുറവുണ്ട്. അതില്ലാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല, താങ്കൾ നേരത്തെ എന്നോട് പറഞ്ഞു. നാളെ ഇപ്പൊ UDFന്റെ പന്തലിൽ നിൽക്കുന്ന ഒരാളായി ശ്രീ PV അൻവർ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം LDFലോ UDFലോ അല്ല, അത് തനിച്ച് തന്നെ കേരളത്തിലോ നിയമസഭ മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്ന ശക്തി PV അൻവറിനുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതിപ്പോ നമ്മൾ അങ്ങനെ പറയണ്ടല്ലോ. അത് 26 മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ഒരു 10 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. അതൊന്നും അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി 1-2 ചോദ്യങ്ങളൂടെ ഉണ്ടോ? 983 മുതൽ താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടു താങ്കളുടെ കൂടെ പ്രവർത്തിച്ച ഒരു സഹപാഠിയാണ്. മമ്പാട് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു ന്യൂസ് മേക്കറായിരുന്നു. അതായത് പ്രീ ഡിഗ്രിക്ക്, അന്ന് പ്രീ ഡിഗ്രി +2 ഒക്കെ കോളേജിലാണല്ലോ, പ്രീ ഡിഗ്രിക്ക് ജനറൽ സെക്രട്ടറിയായിട്ട് ജയിച്ച് വളർന്നു വന്ന നേതാവാണ് PV അൻവർ. ഇന്ന് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തോ വലിയ പൈസക്കാരനായി അങ്ങനെ സീറ്റ് വാങ്ങി എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ആ ചെറുപ്പം മുതൽ 40 വർഷം മുമ്പ് ഉള്ള ആ പോരാട്ടം ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് പുതുതലമുറക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആത്മകഥ എഴുതാൻ താങ്കൾ തയ്യാറാകുമോ? താങ്കളുടെ സഹപാഠി പറഞ്ഞത് വേറെ 1-2 ലൈറ്റർ എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ താങ്കൾ ഈ പൈസ കൊടുത്തിട്ടാണ് സ്ഥാനാർത്ഥിയായി എന്നുള്ള തരത്തിലൊക്കെ ആക്ഷേപമൊക്കെ വന്നല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ താങ്കൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഒരു 5 പൈസ കൈപ്പറ്റിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞത് പല സമരങ്ങളെക്കുറിച്ച് പല ജില്ലയിലൊക്കെ ആയിട്ട് ഇതൊക്കെ നടത്താൻ പോകുന്നു. അപ്പോൾ താങ്കൾക്ക് ഈ പണത്തിൻ്റെ സ്രോതസ് എവിടെയാണ്? ഈ സ്രോതസ് ഇതുവരെ ഉണ്ടായിരുന്ന സ്രോതസ്സുകൾ ഇപ്പോഴുണ്ടല്ലോ, പുതുതായിട്ടൊരു സ്രോതസ്സൊന്നുമില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഒരു ആക്ഷനിൽ നമ്മളെ സഹായിക്കുന്ന നമ്മളെ ഫ്രണ്ട് സർക്കിൾ, ഫാമിലി സർക്കിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഇലക്ഷൻ വരികയാണ്, നമുക്കൊരു പ്രതിസന്ധി വരികയാണ്. അപ്പോൾ ഒരു അൻവറല്ല, നിങ്ങൾ കാണുമ്പോൾ ഒരു അൻവറേ ഉള്ളൂ. നമ്മളെ കാലങ്ങളായിട്ട് ഇപ്പോൾ മുഹമ്മദ് കുഞ്ഞി പറഞ്ഞതുപോലെ 82-84 കാര്യമാണ് മുഹമ്മദ് കുഞ്ഞി പറയുന്നത്. എനിക്കൊരു 80 തൊട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ഞാനൊരു സൗഹൃദം, ഒരു ബന്ധം ഒരു വ്യക്തിയുമായിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആ ബന്ധം നമ്മൾ തുടർന്നുണ്ടാവും 99.9%. അപ്പോൾ അത് നമുക്ക് കേരളം മുഴുവനുണ്ട്, ഇന്ത്യ മുഴുവൻ ഉണ്ടാവും, ചിലപ്പോൾ വിദേശത്തുണ്ടാവും. അപ്പോൾ അതൊരു പേഴ്സണൽ നെറ്റ്വർക്കാണ്, അതിപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കളോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർ പോലും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിട്ടാണ്, ആളുകളോട് ഒരു കാര്യം കൃത്യമായി സംവദിക്കാൻ താങ്കൾക്ക് പറ്റുന്നുണ്ടെന്ന്. അത് എങ്ങനെയാണ് സാധ്യമായത്? ഇപ്പോൾ കേരളത്തിലെ 140 MLA-മാരിൽ എത്ര പേർക്ക് സാധ്യമാണെന്ന് എനിക്കറിയില്ല, സാധ്യമാവുന്നവരായിരിക്കും 140 പേരും. നമ്മൾ പക്ഷേ താങ്കളെപ്പോലെ ഇത്ര അധികം ഫ്രീക്വൻ്റ് ആയിട്ട് മീഡിയയിൽ അവരാരും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പേരെ കാണുന്നില്ല. ഇതെങ്ങനെയാണ് സ്വായത്തമാക്കിയത്? അല്ല, അത് ജന്മനാ വന്നതാണ്. നമ്മുടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നാൽ നമ്മളെപ്പോഴും എന്താ പറയുക ആളുകളുടെ ഇടയിലാണ്. ഞാൻ ഈ ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്തും പോയിരിക്കില്ല. എവിടെയാണോ ആളുകളിൽ അവിടത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ കാന്തം ഇരുമ്പിൻ്റെ അടുത്തേക്ക് പോകുന്ന പോലെ ആളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തും. ആളുകളായിട്ടുള്ള ബന്ധം എന്നുള്ള അനുഭവങ്ങൾ തരും, പക്ഷെ വാക്ക് തരിക പലപ്പോഴും നമ്മൾ പരന്ന വായനയിലൂടെ. അല്ല ഞാൻ അധികം ഒന്നും വായിച്ചിട്ടില്ല, എല്ലാ കാര്യം പറയല്ലോ. ഞാൻ ഭയങ്കര വായനക്കാരനാണെന്ന് ഇപ്പോൾ തീരെ പത്രം തന്നെ വായിക്കില്ല എന്നറിയാം. മറ്റു വായനയും വളരെ കുറവാണ്. നമ്മളെന്താ വെച്ചാൽ പത്രങ്ങൾ ഞാൻ എടുത്തു നോക്കും, ഒരു 4-5 പത്രത്തിൻ്റെ ആ ഹെഡ്ലൈൻസ് മാത്രം നോക്കും, അതിൻ്റെ അടിയിലേക്കുള്ള ഫസ്റ്റ് പാരഗ്രാഫും വായിക്കും, പിന്നെ ബാക്കി എന്താ നമുക്കറിയാം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ
അത്ര ലിമിറ്റഡ് വായനക്കാരനാണ് ഞാൻ. ഈ നിസ്സാര കാര്യമല്ല കഴിഞ്ഞ കുറെ നാളുകൾ താങ്കൾ കടന്നു പോകുന്ന രാഷ്ട്രീയ ചിത്രം. അതിൽ സ്ട്രെസ് ഉണ്ടോ? ഈ സ്ട്രെസ് എങ്ങനെയാണ് കളയുന്നത്? ഒന്നുമില്ല, ടോട്ടലി ഫ്രീ. ചില ആളുകൾ പറയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീജേഷോട് സംസാരിച്ചു, ശ്രീജേഷ് പറഞ്ഞു വലിയ തിരക്കുള്ള ഷെഡ്യൂളാണ്, രാത്രി ചിലപ്പോൾ വന്നിട്ട് 1-2 കോമഡി സ്കിറ്റ് കാണും, പിന്നെയും കിടന്നുറങ്ങുന്നത്. അപ്പോൾ എന്താണ് താങ്കളുടെ ഈ ഒഴിവ് സമയത്തെ വിനോദം എന്താ? ഒഴിവുണ്ടാവില്ല സത്യത്തിൽ. അതാണ് നമ്മളെ വിനോദം തന്നെ. സിനിമ, പാട്ട്, അങ്ങനെയുള്ള സിനിമ കാണാറില്ല? സിനിമ കണ്ടിട്ട് ഞാൻ 2009 കണ്ട. താല്പര്യമില്ല? പിന്നെ ഇല്ല, അതിന് സമയം താല്പര്യമില്ല സാധനം. ഇത് കാണുമ്പോൾ പ്രേക്ഷകർ എന്ന് പറയുന്നത് കാണാൻ നല്ല സുന്ദരനാണ്, സിനിമയിലൊക്കെ ഒരു വേഷം. കാരണം രാഷ്ട്രീയക്കാർ സിനിമയിൽ വരുന്നത് മലപ്പുറത്ത് തന്നെ പുതിയ കാര്യമൊന്നുമല്ല. 2009 ശേഷം സിനിമ കണ്ടിട്ടില്ല. പാട്ട് ഞാനിപ്പോൾ എന്താ വെച്ചാൽ തീരെ കേൾക്കാറില്ല. അപ്പോൾ എന്താ പറയാ, ഒരുപാട് സമയമല്ല ചുരുക്കി പറഞ്ഞാൽ. പിന്നെ എന്താ പറയാ, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനുഷ്യനുമില്ലാതെ ഒരു 10 ദിവസമൊക്കെ വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും. എന്ത് ചെയ്യും? അത് വെറുതെ ഇങ്ങനെ ഇരിക്കും, കുറേ കാര്യങ്ങൾ ആലോചിക്കും. 10 ദിവസമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കും. ഊർജ്ജം തരുമോ? പ്രത്യേക ഊർജ്ജം ഉണ്ടാവുക. ഒരു മനുഷ്യനുമില്ലാത്തപ്പോൾ ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് ആ കാട്ടിനകത്ത് ഒരാഴ്ചയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, ഒരാളും മനുഷ്യനും മിണ്ടാൻ പോലും ആരില്ലാതെ ഒരു 10 ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടി. അത് വളരെ അപൂർവമായിട്ട് 1 ദിവസം 2 ദിവസം. ഇപ്പം ഞാൻ ഒരാഴ്ച പോയപ്പോൾ എനിക്ക് 2 ദിവസം കിട്ടി. ഇപ്പം ഒന്ന് ആഫ്രിക്കയിൽ ദുബായി പോയിട്ടാണ് ഈ ഒരാഴ്ച ഞാൻ എനിക്ക് ഇറങ്ങി വന്നത്. ബിസിനസ് ഉണ്ടോ? ഉണ്ട്, മകനെ സജീവമാണ്. ഇപ്പോൾ 2 ദിവസം വന്നിട്ട് ഞാൻ ദുബായിൽ കിടന്നുറങ്ങി, ഒരു മനുഷ്യനും കാണാതെ. കാരണം ഞാൻ അങ്ങോട്ട് വന്നത് ഒരാളെ മീറ്റ് ചെയ്യാൻ, അദ്ദേഹം അവിടെ എത്തിയില്ല, അത് 2 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ 2 ദിവസം കിടന്നുറങ്ങി. അതിൽ എന്താ പറയുക, ഒരു 2-3 മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ സമയത്ത് നമ്മളെ ഭക്ഷണമായി വരുന്ന ആളുകളായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്ത് തന്നെ അത് കഴിഞ്ഞ് ഉറക്കുക, താടി കൈയെടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഒരു ചോദ്യം കൂടെ അവിടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളും ഇന്ന് വികസനം ചർച്ച ചെയ്യുന്നതിന് പകരം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് വേർതിരിവുണ്ടാക്കി ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകരെന്നുള്ള രൂപത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. 2025 മനുഷ്യനെ മനുഷ്യനായി കണ്ട് മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മുന്നണി രൂപീകരണം MLA യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു റിസ്ക് എടുക്കാനും ഒരാളും തയ്യാറല്ല എന്നില്ല. ഇപ്പോൾ UP-യെക്കാളും മോശമായ കാര്യമല്ലേ നമ്മുടെ നാട്ടിൽ ചർച്ച നടക്കുന്നത്? ഇപ്പം ചോദിച്ച ചോദ്യം എന്താണ്? ഇവിടെ ആകെ ചർച്ച വർഗീയതയാണ്. അത് തന്നെയാണ് ഇന്ന് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മൊത്തം ശാപമായി വരുന്നത്.